السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്നവരെ, ശ്രോതാക്കളെ, നമ്മളിന്നൊരു കൺഫ്യൂഷനുള്ള വിഷയം ഒരു 5-6 മിനിറ്റ് ചർച്ച ചെയ്താലോ? എന്താണത്? ബർത്ത്ഡേ ആഘോഷം അനുവദനീയമാണോ? നമ്മളൊക്കെ സമൂഹത്തിൽ വളരെ ലാഘവത്തോട് കാണുന്ന ഒരു ആഘോഷമാണ് ബർത്ത്ഡേ ആഘോഷം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പണ്ഡിതന്മാർ അതിൽ 3 വീക്ഷണഗതിയിലാണ്. ഒരു കൂട്ടം പണ്ഡിതന്മാർ അത് ബർത്ത്ഡേ എന്ന് പറയുന്നത് ഏതാണ്ട് ബിഫോർ ക്രൈസ്റ്റ് 3000-ൽ തുടങ്ങി വെച്ച ഫറോവമാർ തുടങ്ങി വെച്ച അവരുടെ ചില ദൈവികമായ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലൂടെ ഫറോവമാരെ ദൈവമാണെന്നാണല്ലോ എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആഘോഷം നിലക്ക് തുടങ്ങിയതാണ് ബർത്ത്ഡേ ആഘോഷം. പിന്നീട് അത് ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഗ്രീക്കും ക്രിസ്ത്യൻ സംസ്കാരം പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള റോമൻ സംസ്കാരത്തിലേക്ക് വന്നു. ഏതാണ്ട് മിഡീവൽ ഏജ്, ഏതാണ്ട് ഒരു 1500 വരെ അങ്ങനെ. പിന്നെ ക്രിസ്ത്യൻസ് അത് ഒഴിവാക്കി. പിന്നീട് മിഡീവൽ ഏജിന് ശേഷമാണ് വീണ്ടും അത് ആഘോഷ തലത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പഴയകാല സ്വഭാവത്തിലുള്ള പ്രത്യേക ചില മെഴുകുതി കത്തിക്കലും അതിന് ഒരു ആത്മീയത കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും കോപ്പി ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ് നടപ്പിലാക്കിയത്. അത് ലോകത്ത് മൊത്തം, ക്രിസ്ത്യൻ ലോകത്തും അതല്ലാത്ത മതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്. പണ്ഡിതന്മാർ ഇതിൽ എന്തുകൊണ്ട് 3 ഗണത്തിലായി? കാരണം 3 നിരീക്ഷണങ്ങളാണ്. ഒന്ന്, അത് തുടങ്ങി വെച്ചത് ആ സംസ്കാരം അത് ആക്ച്വലി മുസ്ലിമുകളതല്ല എന്നുള്ളതാണ്. അത് ഫറോവ, അതുപോലെ ഗ്രീക്ക് പാഗൻസ്, ഗ്രീക്കിലെ ബുദ്ധവിശ്വാസികൾ, ക്രിസ്ത്യൻസ്, റോമൻസ് തുടങ്ങി വെച്ച സംസ്കാരമാണ്. അതിന് പല അനിസ്ലാമികമായ വസ്തുക്കളുടെയും അല്ലെങ്കിൽ ആഘോഷങ്ങളുടെയും അകമ്പടിയുണ്ട്. ആ അർത്ഥത്തിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ നിഷിദ്ധമാണ്, പാടില്ല. വേറെ കൂട്ടം പണ്ഡിതന്മാർ അതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്ത് അത് നമ്മുടെ ഒരു സന്തോഷമെന്ന നിലക്ക് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നമ്മുടെ കുട്ടി ജനിക്കുന്നു, ആ കുട്ടിയുടെ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അതേസമയം ഓർക്കുമ്പോൾ നമ്മളൊന്ന് വേണം ചെയ്യാം, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് ഓർത്തുകൊണ്ട് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാം, എന്തൊക്കെ നല്ല കാര്യം ചെയ്യാം എന്നുള്ള വ്യാഖ്യാനമാണ്. പക്ഷേ അത് ജായിസ് ആണെങ്കിലും പിൽക്കാലത്തത് ആധുനിക സംവിധാനം പഠിച്ചു നോക്കുമ്പോൾ, ആധുനിക മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിച്ചു നോക്കുമ്പോൾ ധൂർത്തും അതുപോലെ തന്നെ മറ്റ് സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടമാടുന്നത് കൊണ്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ അത് നിഷിദ്ധമാണ്, പ്രോത്സാഹജനകമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഏതായാലും പ്രോത്സാഹജനകമല്ല, അത് ജായിസാണെങ്കിലും പ്രോത്സാഹജനകമല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ഏറ്റവും ഒരു മുത്തവസ്സിതായ ഒരു വ്യൂ, ഒരു മധ്യ വ്യൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, ആർക്കൊക്കെ നമ്മൾ ആഘോഷിക്കണം ഈ ബർത്ത്ഡേ ആഘോഷം? മക്കൾക്ക് എത്ര വയസ്സ് വരെ വേണം? മാതാപിതാക്കൾക്ക് വേണ്ടേ? അപ്പോൾ നമുക്ക് ഇതന്നെയാണോ പണി? ഈ സ്വഭാവത്തിൽ പ്രവാചകന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അംബിയ മുർസലുകൾ, അതുപോലെ തന്നെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, സലഫസ് സാലിഹീങ്ങൾ, ഔലിയാക്കൾ, അരിഫീങ്ങൾ ആരും ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ചോദ്യമുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ബർത്ത്ഡേ ഉണ്ടോ? ബർത്ത്ഡേ ആഘോഷമില്ല. മറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർത്ത്ഡേക്ക് അപ്പുറമാണ്. പ്രവാചകരുടെ ആ നിയോഗം മനുഷ്യകുലത്തിന് വേണ്ടിയായതുകൊണ്ട് അത് ബിദ്അ ഹസന നിലക്ക് മുമ്പില്ലായിരുന്നു. പ്രവാചകരുടെ കാലത്തോ 300 വർഷം ഇല്ലായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിനും 300 വർഷങ്ങൾക്ക് ശേഷം, 300-400 വർഷങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് അത് ഒരു നല്ല ഒരു അമല നിലക്ക് കൊണ്ടുവന്നു. അതിൽ കുറേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹും ദിക്റും ഫിക്റും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർ സ്മരണ എന്ന നിലക്കാണ് വന്നത്. അത് പ്രവാചകരുടെ ജന്മദിനാഘോഷം എന്ന പേര് അതിനില്ല. അത് മറ്റ് മതങ്ങളെപ്പോലെ ആയല്ലോ. അപ്പോൾ ഇവിടെ സദൃശ്യതയില്ല. ഒരു പ്രവാചകന്മാരും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. ഇസ്ലാമിന് അന്യമാണ്. അപ്പോൾ ആ നിലക്കത് പ്രോത്സാഹജനകമല്ല. കുട്ടി ജനിക്കുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ജനിക്കുമ്പോൾ ഉള്ള കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ട അഖീഖ, സന്തോഷം, അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അത് എല്ലാ വർഷം സമയം നോക്കിയിട്ട് ആ കുട്ടിയുടെ ഒരു പ്രത്യേക ആഘോഷം, അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിക്കുന്ന ചില സെറമണികൾ, ഇതൊന്നും ഇസ്ലാം അനുവദിച്ച കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ദീന് ഭാരങ്ങൾ ഇറക്കാവുന്ന ദീനാണ്. ഇങ്ങനെ ഭൗതിക ജീവിതത്തെ അള്ളിപ്പിടിച്ചുകൊണ്ടും തിന്നും കുടിച്ചും പാർട്ടി സംഘടിപ്പിച്ചും ആഘോഷിച്ചും കഴിയേണ്ടവരല്ല നമ്മൾ.
നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറേണ്ട കൂട്ടരാണ്. നമുക്ക് നമ്മുടെ ആഘോഷമുണ്ട്. അപ്പോൾ ജീവിതം ഒരു സിമ്പിൾ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് പ്രവാചകന്മാർ കാണിച്ചത്, സഹാബത്ത് കാണിച്ചത്, മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ, മുഹൈദ്ദീൻ ഷേഖ്, റിഫാഇ ഷേഖ് പോലത്തെ പണ്ഡിതന്മാർ കാണിച്ചു തന്നത്. അപ്പോൾ ആ നിലക്കാണ് നമ്മളത് ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വാപ്പാൻ്റെ ആഘോഷിക്കണം, ഉമ്മാൻ്റെ ആഘോഷിക്കണം, എല്ലാ കൊല്ലം നോക്കി വെക്കണം, അപ്പുറത്ത് പാപ്പാൻ്റെ ആഘോഷിക്കണം, അമ്മൻ്റെ ആഘോഷിക്കണം. ഇതന്നെ ആയിരിക്കും പണി നമ്മൾക്ക്. അപ്പോൾ ഇതല്ല ഇസ്ലാം വളരെ പരിപാവനമാണ്, പരിശുദ്ധമാണ്, പവിത്രമാണ്, കാലികമാണ്, ശാസ്ത്രീയമാണ്, യുക്തിഭദ്രമാണ്. അപ്പോൾ ആ നിലക്കുള്ള സിമ്പിൾ നല്ല ഇസ്ലാമിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനങ്ങൾ മുമ്പിൽ പ്രദർശിപ്പിക്കണം. നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളണം, അത് പ്രദർശിപ്പിക്കണം. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് ആരും മക്കളുടെ അതുപോലെ തന്നെ പേരമക്കളുടെ സ്വന്തം ജന്മദിനാഘോഷം കൊണ്ടാടേണ്ട ആവശ്യമില്ല. അത് പ്രോത്സാഹനജനകമല്ല. ഇനി ഏതെങ്കിലും ദിവസം ഓർത്തുകൊണ്ട് നമ്മൾ ആ നിഅമത്തിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക, പാപങ്ങൾ ആഹാരം കൊടുക്കുക ചെയ്യുന്ന കുഴപ്പമില്ല. എല്ലാ കൊല്ലവും അതേ ദിവസം നോക്കിയിട്ട് നമ്മളൊരു ബർത്ത്ഡേ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ട് അതും മറ്റുള്ള സംസ്കാരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ മോഡൽ അത് പ്രത്യേക ക്യാൻഡിൽ കത്തിച്ച് കേക്ക് മുറിച്ച് കേക്ക് തീറ്റിപ്പിച്ച് അത് ആഘോഷമായി കൊണ്ടാടി അത് സ്റ്റാറ്റസിലിട്ട് ഈ നിലക്കുള്ളത് ഒരിക്കലും പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല, നിഷിദ്ധമാണെന്ന് തന്നെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ഇവിടെ ഹറാം അല്ലെങ്കിൽ അനുവദനീയം എന്നതിൽ നിന്നും ഉപരിയായിട്ട് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പാടില്ല, എനിക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിൻ്റെ പവിത്രമായ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുവാനും ഇസ്ലാമിനെ ആ പരിപാവനമായ പവിത്രമായ ഇസ്ലാം ഉൾക്കൊള്ളുവാനും അത് ആ സുന്ദരമായ ഇസ്ലാമിനെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.